അപ്പോൾ നമ്മളുടെ ട്യൂബ് അനിമോണി നമ്മുടെ അക്വേറിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 6 മാസമായി നമ്മളുടെ അക്വേറിയത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ഓൾമോസ്റ്റ് പഠിച്ചു വരികയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. ഞാൻ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ അക്വേറിയത്തിൽ ഞാൻ ട്യൂബ് അനിമോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കെയർ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ട്യൂബ് അനിമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഈ ടെൻഡക്കിൾ വഴിയാണ് ഇവ ഇര തേടുന്നത്. അപ്പോൾ ഞാൻ ഇവയ്ക്ക് ഇതുപോലെ തന്നെ മുമ്പ് എൻ്റെ കയ്യിലുള്ള അനിമോണിയെ പോലെ തന്നെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവയ്ക്ക് കൊടുക്കാറില്ല. അത് ഇൻഡിവിജ്വലായിട്ട് ഫുഡോ കാര്യങ്ങളോ കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ നമ്മളുടെ AB പ്ലസ് അതുപോലെ തന്നെ റീഫ് ചില്ലി ഇവ കൊടുത്തിട്ടാണ് ഞാൻ ഇവയ്ക്ക് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. അതായത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാറില്ല. അതിൽ അക്വേറിയത്തിൽ വീഴുന്ന ആ ഒരു ഫുഡ് കഴിച്ചിട്ടാണ് ഇവയും അതുപോലെ തന്നെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂബ് അനിമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണയായിട്ടുള്ള മറൈൻ ഷോപ്പുകളിലൊക്കെ ഇന്ത്യയിൽ ഈ ഒരു ട്യൂബ് അനിമോണിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളറേഷനിലൊക്കെ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ട്യൂബ് അനിമോണിനെ നമുക്ക് ലഭ്യമാണ് നമുക്ക് നാട്ടിൽ. പക്ഷേ തുടക്കക്കാർ ഇവ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാർപ്പറ്റ് അനിമോണിയാണ് ഏറ്റവും ബെറ്റർ തുടക്കക്കാർക്ക്. നമ്മുടെ അക്വേറിയം സൈക്കിളായതിന് ശേഷം നമ്മുടെ പാരാമീറ്റർ എല്ലാം കറക്റ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ ട്യൂബ് അനിമോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 6 മാസ കാലയളവിൽ ഞാൻ ഈ ഒരു ട്യൂബ് അനിമോണിനെ ഞാൻ നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പോൾ എൻ്റെ അക്വേറിയത്തിൽ കോറലുകളോ അതുപോലെ തന്നെ ചെറിയ ചെറിയ വാംസൊക്കെ ഉണ്ട് നമ്മുടെ. അപ്പോൾ അവയ്ക്കൊന്നും ഇവ അധികം ട്യൂബ് അനിമോണികൾ വളരെ ഹാംഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ അക്വേറിയത്തിൽ ചെറിയ വല്ല ഷ്രിമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവ ഈ ഒരു ടെൻഡക്കിൾ വഴി അവയെ പിടിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ട്യൂബ് അനിമോണിനെ വളർത്തുമ്പോൾ നമ്മളുടെ ഗ്രാവൽ ബ്രെഡ് വളരെയധികം കുറച്ചൊരു 2 ഇഞ്ചെങ്കിലും വേണം നമുക്ക്. അതുപോലെ തന്നെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ അനിമോണി പോലെ ഇവ പെട്ടെന്ന് മൂവ് ആവാറില്ല. ഇവ കുറച്ച് വളരെയധികം കാലതാമസത്തിന് ശേഷമാണ് ഇവ മൂവ് ആവുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നീട് ഇവ ഇര പിടിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് ഇവ വളരെയധികം ആക്റ്റീവായിട്ടുള്ളത്. ഇവ ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് വളരെയധികം പുറത്തേക്ക് വന്നിട്ട് രാത്രി കാലങ്ങളിലാണ് പുറത്തേക്ക്. അപ്പോൾ നമ്മൾ രാത്രി നമ്മുടെ ലൈറ്റ് ഓഫ് ആയതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇവ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇവ വളരെയധികം വലിയ ടെൻഡക്കിളൊക്കെ ആയിട്ട് ഇവ ഇര പിടിക്കുകയാണ് ഞാൻ സാധാരണയായിട്ട് രാത്രി കാലങ്ങളിൽ ഞാൻ ഇവ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവ രാത്രി കാലങ്ങളിലാണ് വളരെയധികം ആക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മളുടെ അനിമോണിയ നമ്മുടെ അക്വേറിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വളരെയധികം വികസിക്കാണ്ട് ചെറിയ അനിമോണിയായിട്ട് നമ്മൾ കാണാറ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി സമയങ്ങളിൽ നോക്കുന്ന സമയത്ത് ഇവ വളരെയധികം ആക്റ്റീവായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല. ഇപ്പോൾ ഈ ഒരു ട്യൂബ് വളരെയധികം പുറത്തേക്ക് വന്ന് ടെൻഡക്കിളൊക്കെ ഇങ്ങനെ വളരെയധികം വലുതാക്കിയാണ് ഇപ്പോൾ ഈ ഒരു രാത്രി കാലങ്ങളിൽ ഈ ഒരു അനിമോണി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവ വളരെയധികം ആക്റ്റീവായിട്ടാണ് ഈ ട്യൂബ് അനിമോണി ഞാൻ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മളുടെ ക്ലോൺ ഫിഷ് ഈ ഒരു ട്യൂബ് അനിമോണിയിൽ പോകുന്ന ഇതുവരെ കണ്ടിട്ടില്ല. ഇവ പല കളറിലും നമുക്ക് ലഭ്യമാണ്. ഓറഞ്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കളറ്. അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറും ഓറഞ്ച് ഗ്രീനായിട്ടും അതുപോലെ തന്നെ യെല്ലോ കളറിലും ഇവ ലഭ്യമാണ് വളരെ അട്രാക്റ്റീവായിട്ട്. അതുപോലെ തന്നെ പല കളറിലും നമുക്ക് ലഭ്യമാണ് നമ്മളുടെ നാട്ടിലുകളിലും ഒക്കെ. അപ്പോൾ നമ്മളുടെ അക്വേറിയത്തിൽ നമുക്കൊരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വളരെയധികം നല്ലൊരു ക്രീച്ചേഴ്സാണ് ഈ ഒരു അനിമോണി. അപ്പോൾ നിങ്ങൾക്കൊരു അനിമോണിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ അനിമോണിയെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാ അനിമോണികളിലും കെയർ ലെവൽ ഒരുപോലെ തന്നെയാണെങ്കിലും ഇവ കുറച്ച് മോഡറേറ്റ് ആണ്. അതുപോലെ തന്നെ ലോങ് ടെൻഡക്കിളും കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ളൊരു അനിമോണിയാണ്. അപ്പോൾ നമ്മളൊരു കാർപ്പറ്റ് അനിമോണിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വളർത്താൻ ശ്രദ്ധിക്കുക തുടക്കക്കാർ.